ശാന്തി 27/4/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ പുഷ്പമായി സർവർക്കും സുഖം നൽകണം. പുഷ്പമായ കുട്ടികൾ മുഖത്തിൽ നിന്നും, അതായത് നാവിൽ നിന്നും രത്നങ്ങൾ പുറപ്പെടുവിക്കും. ചോദ്യം: പുഷ്പമാകുന്ന കുട്ടികൾ സദാ സുഗന്ധിതമായിരിക്കുന്നതിന് വേണ്ടി അവരെ പ്രതിയുള്ള ഭഗവാന്റെ ശിക്ഷണം ഏതാണ്? ഉത്തരം: ഹേ എൻ്റെ പുഷ്പമായ കുട്ടികളെ, നിങ്ങൾ തൻ്റെ ഉള്ളിൽ നോക്കൂ. എൻ്റെ ഉള്ളിൽ ആസുരീയ അവഗുണമാകുന്ന മുള്ളില്ലല്ലോ. അഥവാ ഉള്ളിൽ ഏതെങ്കിലും മുള്ളുണ്ട് എങ്കിൽ എങ്ങനെയാണോ മറ്റുള്ളവരുടെ അവഗുണത്തോട് വെറുപ്പ് തോന്നുന്നത്, അതേപോലെ സ്വന്തം ആസുരീയ അവഗുണത്തോട് വെറുപ്പ് കാണിക്കൂ. എങ്കിൽ മുള്ള് മാറും. സ്വയം നോക്കിക്കൊണ്ടിരിക്കൂ. ശിക്ഷ അനുഭവിക്കും വിധം മനസ്സാ വാച കർമ്മണ അങ്ങനെയുള്ള ഏതെങ്കിലും വികർമ്മം ഉണ്ടാകുന്നില്ലല്ലോ. ഓം ശാന്തി. ആത്മീയ കുട്ടികൾക്ക് ആത്മീയ പിതാവിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഈ സമയം ഇത് രാവണ രാജ്യം ആയത് കാരണം മനുഷ്യരെല്ലാം ദേഹാഭിമാനിയാണ്. അതിനാൽ അവരെ കാട്ടിലെ മുള്ള് എന്ന് പറയുന്നു. ഇത് ആരാണ് മനസ്സിലാക്കിച്ചു തരുന്നത്? പരിധിയില്ലാത്ത ബാബ. ആ ഒന്ന് ഇപ്പോൾ മുള്ളുകളെ പുഷ്പമാക്കിക്കൊണ്ടിരിക്കുന്നു. ചിലയിടങ്ങളിലൊക്കെ മായ ഇങ്ങനെയാണ്. പുഷ്പമായിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വീണ്ടും മുള്ളാക്കി മാറ്റുന്നു. ഇതിനെ പറയുന്നത് തന്നെ മുള്ളുകളുടെ കാട് എന്നാണ്. ഇതിൽ അനേകം പ്രകാരത്തിലുള്ള മൃഗങ്ങളെ പോലുള്ള മനുഷ്യർ വസിക്കുന്നു. മനുഷ്യർ തന്നെയാണ്, പക്ഷേ മൃഗങ്ങളെ പോലെ അടിയും വഴക്കും കൂടിക്കൊണ്ടിരിക്കുന്നു. വീടുകൾ തോറും വഴക്കുകൾ നടക്കുന്നു. വിഷയസാഗരത്തിൽ തന്നെയാണ് എല്ലാവരും കിടക്കുന്നത്. ഈ മുഴുവൻ ലോകവും വളരെ വലിയ വിഷത്തിൻ്റെ സാഗരമാണ്. അതിൽ മനുഷ്യർ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെ തന്നെയാണ് പതീത ഭ്രഷ്ടാചാരി ലോകം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ മുള്ളിൽ നിന്നും പുഷ്പമായി കൊണ്ടിരിക്കുന്നു. ബാബയെ പൂന്തോട്ടക്കാരൻ എന്നും പറയുന്നു. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, ഗീതയിലുള്ളത് ജ്ഞാനത്തിൻ്റെ കാര്യങ്ങളാണ്. പിന്നെ മനുഷ്യരുടെ പെരുമാറ്റം എങ്ങനെയുള്ളതാണ്? ഭാഗവതത്തിൽ ഇതിൻ്റെ വർണ്ണനയുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്? സത്യയുഗത്തിൽ ഇങ്ങനെയൊന്നും പറയില്ല. സത്യയുഗമാണെങ്കിൽ പുഷ്പങ്ങളുടെ പൂന്തോട്ടമാണ്. ഇപ്പോൾ നിങ്ങൾ പുഷ്പമായി കൊണ്ടിരിക്കുന്നു. പുഷ്പമായ ശേഷം മുള്ളായി മാറുന്നു. ഇന്ന് വളരെ നന്നായി നടക്കുന്നു. പിന്നെ മായയുടെ കൊടുങ്കാറ്റ് വരുന്നു. ഇരുന്നിരുന്ന് മായ എന്തവസ്ഥ ഉണ്ടാക്കുന്നു? ബാബ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ നിങ്ങളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. ഭാരതവാസികളോട് പറയുന്നു, നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നു. ഇന്നലത്തെ കാര്യമാണ്. ലക്ഷ്മി നാരായണൻ്റെ രാജ്യമുണ്ടായിരുന്നു. വജ്രവൈഡൂര്യങ്ങളുടെ കൊട്ടാരമുണ്ടായിരുന്നു. അതിനെ തന്നെയാണ് ഗാർഡൻ ഓഫ് അള്ളാഹ് എന്ന് പറയുന്നത്. കാട് ഇവിടെയാണ്, പിന്നെ പൂന്തോട്ടവും ഇവിടെ ഉണ്ടാകുമല്ലോ. ഭാരതം സ്വർഗമായിരുന്നു. അതിൽ പുഷ്പങ്ങൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. ബാബ തന്നെയാണ് പുഷ്പങ്ങളുടെ പൂന്തോട്ടം ഉണ്ടാക്കുന്നത്. പുഷ്പമായിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ സംഘദോഷത്തിൽ, അതായത് മോശമായ കൂട്ടുകെട്ടിൽ വന്ന് മോശമായി പോകുന്നു. ബാബ, നമ്മൾ വിവാഹം കഴിക്കുന്നു. മായയുടെ പുറമോടി കാണുന്നുണ്ടല്ലോ. ഇവിടെയാണെങ്കിൽ തികച്ചും ശാന്തിയാണ്. ഈ ലോകം മുഴുവൻ കാടാണ്. കാടിന് തീർച്ചയായും തീ പിടിക്കും. കാട്ടിൽ വസിക്കുന്നവരും ഇല്ലാതാകുമല്ലോ. 5000 വർഷം മുമ്പ് പിടിച്ചിരുന്ന അതേ തീ പിടിക്കും. അതിന് മഹാഭാരത യുദ്ധം എന്ന് പേര് വച്ചിരിക്കുന്നു. അറ്റോമിക് ബോംബിൻ്റെ യുദ്ധം ആദ്യം യാദവരുടേതാണ് നടക്കുന്നത്. അതും പാടപ്പെട്ടിട്ടുണ്ട്. സയൻസിലൂടെ മിസൈൽസ് ഉണ്ടാക്കിയിരിക്കുന്നു.
ശാസ്ത്രങ്ങളിൽ വളരെയധികം കഥകളുണ്ട്. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ഉദരത്തിൽ നിന്നും മൂസിലും മറ്റും എങ്ങനെ എടുക്കുവാൻ സാധിക്കും? ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട്, സയൻസിലൂടെ എത്ര ബോംബുകളും മറ്റും ഉണ്ടാക്കുന്നു. കേവലം 2 ബോംബ് തന്നെ പ്രയോഗിച്ചപ്പോൾ എത്ര പട്ടണങ്ങൾ ഇല്ലാതായി, എത്ര വ്യക്തികൾ മരിച്ചു, ലക്ഷങ്ങൾ മരിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ഇത്രയും വലിയ കാട്ടിൽ കോടിക്കണക്കിന് മനുഷ്യർ കഴിയുന്നു. ഇതിന് തീ പിടിക്കേണ്ടതുണ്ട്. ശിവ് ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ബാബ എന്തു തന്നെയായാലും ദയാഹൃദയനാണ്. ബാബയ്ക്കാണെങ്കിൽ എല്ലാവരുടെയും മംഗളം ചെയ്യേണ്ടതുണ്ട്. എന്തു തന്നെയായാലും എവിടെ പോകുവാനാണ്? തീർച്ചയായും തീ പിടിക്കുന്നതായി കാണുമ്പോൾ ഏതായാലും ബാബയുടെ ശരണമെടുക്കും. ബാബ സർവരുടെയും സദ്ഗതി ദാതാവാണ്, പുനർജന്മരഹിതമാണ്. ആ ഒന്നിനെ പിന്നെ സർവവ്യാപി എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ സംഗമയുഗിയാണ്. നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ ജ്ഞാനവുമുണ്ട്. ബന്ധുമിത്രാദികളോടും ഉത്തരവാദിത്വം നിറവേറ്റണം. അവരിലുള്ളത് ആസുരീയ ഗുണമാണ്, നിങ്ങളിലുള്ളത് ദൈവിക ഗുണമാണ്. നിങ്ങളുടെ ജോലിയാണ് മറ്റുള്ളവർക്കും ഇത് പഠിപ്പിച്ചു കൊടുക്കണം. മന്ത്രം നൽകിക്കൊണ്ടിരിക്കൂ. എക്സിബിഷനിലൂടെ നിങ്ങൾ എത്ര മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. ഭാരതവാസികൾ 84 ജന്മങ്ങൾ പൂർത്തിയാക്കി. ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ് മനുഷ്യനിൽ നിന്നും ദേവതയാക്കുവാൻ. അതായത് നരകവാസിയായ മനുഷ്യരെ സ്വർഗവാസിയാക്കുന്നു. ദേവതമാർ സ്വർഗത്തിൽ വസിക്കുന്നു. ഇപ്പോൾ സ്വയം തനിക്ക് ആസുരീയ ഗുണങ്ങളോട് വെറുപ്പ് വരുന്നു. സ്വയം നോക്കുന്നു, നമ്മൾ ദൈവിക ഗുണങ്ങളുള്ളവരായോ? നമ്മളിൽ ഏതെങ്കിലും അവഗുണമില്ലല്ലോ. മനസ്സ വാച കർമ്മണ ആസുരീയ പ്രവൃത്തിയാകുന്ന അങ്ങനെയുള്ള ഏതെങ്കിലും കർമ്മം നമ്മൾ ചെയ്തില്ലല്ലോ. നമ്മൾ മുള്ളുകളെ പുഷ്പമാക്കുന്ന തൊഴിൽ ചെയ്യുന്നോ അതോ ഇല്ലയോ? ബാബ പൂന്തോട്ടക്കാരനാണ്. ബ്രഹ്മകുമാർ കുമാരിമാരായ നിങ്ങൾ തോട്ടപ്പണിക്കാരാണ്. പല പ്രകാരത്തിലുള്ള തോട്ടപ്പണിക്കാരുണ്ട്. ചിലർ അവലക്ഷണം പിടിച്ചവരാണ്. അവർക്ക് ആരെയും തനിക്ക് സമാനമാക്കുവാൻ സാധിക്കുന്നില്ല. എക്സിബിഷനിൽ പൂന്തോട്ടക്കാരൻ പോകുന്നില്ല, തോട്ടപ്പണിക്കാർ പോകും. ഈ തോട്ടപ്പണിക്കാരും ശിവ് ബാബയുടെ കൂടെയാണ്. അതിനാൽ ഇദ്ദേഹത്തിനും പോകുവാൻ സാധിക്കില്ല. തോട്ടപ്പണിക്കാരായ നിങ്ങൾ സർവീസിന് വേണ്ടി പോകുന്നു. നല്ല നല്ല തോട്ടപ്പണിക്കാരെ തന്നെയാണ് വിളിക്കുന്നത്. ബാബയും പറയുന്നു, അവലക്ഷണം പിടിച്ചവരെ വിളിക്കരുത്. ബാബ പേര് പറയുന്നില്ല. 3rd ക്ലാസ് തോട്ടപ്പണിക്കാരുമുണ്ടല്ലോ. പൂന്തോട്ടക്കാരൻ സ്നേഹിക്കുന്നത് നല്ല നല്ല പുഷ്പമാക്കി കാണിക്കുന്നവരെയാണ്. അവരിൽ പൂന്തോട്ടക്കാരൻ സന്തോഷിക്കുകയും ചെയ്യും. മുഖത്തിലൂടെ സദാ രത്നങ്ങൾ തന്നെ പൊഴിച്ചുകൊണ്ടിരിക്കുന്നു. ചിലർ രത്നത്തിന് പകരം കല്ല് പുറപ്പെടുവിക്കും. അപ്പോൾ ബാബ എന്തു പറയും? ശിവനിൽ എരിക്കിൻ പൂവും അർപ്പിക്കുന്നുവല്ലോ. അപ്പോൾ ചിലർ ഇങ്ങനെയും അർപ്പിക്കാറുണ്ടല്ലോ. പെരുമാറ്റം നോക്കൂ, എങ്ങനെയുള്ളതാണ്. മുള്ളും അർപ്പിക്കുന്നു. അർപ്പിച്ച ശേഷം പിന്നെ കാട്ടിലേക്ക് പോകുന്നു. സദോ പ്രധാനമാകുന്നതിന് പകരം കൂടുതൽ തമോ പ്രധാനമായിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് പിന്നെ എന്ത് ഗതി ഉണ്ടാകും? ബാബ പറയുന്നു, ഞാൻ ഒന്നാമതായി നിഷ്കാമിയാണ്, രണ്ടാമതായി പരോപകാരിയാണ്. ആരാണോ എൻ്റെ അപകീർത്തി ചെയ്യുന്നത് ആ ഭാരതവാസികളുടെ പരോപകാരം ചെയ്യുന്നു. ബാബ പറയുന്നു, ഞാൻ ഈ സമയത്ത് തന്നെ വന്ന് സ്വർഗം സ്ഥാപിക്കുന്നു. ആരെങ്കിലും സ്വർഗത്തിലേക്ക് പോകാം എന്ന് പറയുകയാണെങ്കിൽ പറയും, നമ്മൾ ഇവിടെ സ്വർഗത്തിലാണല്ലോ. സ്വർഗം സത്യയുഗത്തിലാണ്. കലിയുഗത്തിൽ പിന്നെ സ്വർഗം എവിടെ നിന്ന് വന്നു? കലിയുഗത്തെ പറയുന്നത് തന്നെ നരകം എന്നാണ്. പഴയ തമോ പ്രധാന ലോകമാണ്. സ്വർഗം എവിടെയാണുള്ളത് എന്ന് മനുഷ്യർക്ക് അറിയുകയില്ല. സ്വർഗം ആകാശത്താണ് എന്ന് മനസ്സിലാക്കുന്നു. ദിൽവാല ക്ഷേത്രത്തിലും സ്വർഗം മുകളിലാണ് കാണിച്ചിരിക്കുന്നത്.
താഴെ തപസ്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനാലാണ് മനുഷ്യർ പറയുന്നത് ഇന്നയാൾ സ്വർഗത്ത് പോയി എന്ന്. സ്വർഗം എവിടെയാണ്? എല്ലാവരെക്കുറിച്ചും പറയുന്നു സ്വർഗവാസിയായി. ഇത് വിഷയസാഗരമാണ്, ക്ഷീരസാഗരം എന്ന് വിഷ്ണുപുരിയെയാണ് പറയുന്നത്. അവർ പിന്നെ പൂജിക്കുന്നതിന് വേണ്ടി ഒരു വലിയ കുളം നിർമ്മിച്ചിരിക്കുന്നു. അതിൽ വിഷ്ണുവിനെ ഇരുത്തിയിരിക്കുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ സ്വർഗത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ പാലിൻ്റെ നദികളുണ്ടാകും. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ പുഷ്പമായി മാറൂ. ഇവർ മുള്ളാണ് എന്ന് ആരെങ്കിലും പറയും വിധത്തിലുള്ള ഏതെങ്കിലും പെരുമാറ്റം ഒരിക്കലും നടത്തരുത്. എപ്പോഴും പുഷ്പമാകാനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കൂ. മായ മുള്ളാക്കി മാറ്റുന്നു. അതിനാൽ തൻ്റെ വളരെ വളരെ ജാഗ്രത വയ്ക്കേണ്ടതാണ്. ബാബ പറയുന്നു, ഗൃഹസ്ഥ വ്യവഹാരത്തിലിരിക്കെ കമല പുഷ്പ സമാനം പവിത്രമാകണം. പൂന്തോട്ടക്കാരനായ ബാബ മുള്ളിൽ നിന്നും പുഷ്പമാക്കാൻ വന്നിരിക്കുന്നു. നമ്മൾ പുഷ്പമായോ എന്ന് നോക്കണം. പുഷ്പങ്ങളെ തന്നെയാണ് സർവീസിനു വേണ്ടി പലയിടങ്ങളിലും വിളിക്കുന്നത്. ബാബ റോസാ പുഷ്പത്തെ അയക്കൂ. ആര് എങ്ങനെയുള്ള പുഷ്പമാണ് എന്നത് കാണപ്പെടുന്നുണ്ടല്ലോ. ബാബ പറയുന്നു, ഞാൻ വരുന്നത് തന്നെ നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുവാനാണ്. ഇത് സത്യനാരായണൻ്റെ കഥയാണ്, സത്യപ്രജയുടേതല്ല. രാജാവും റാണിയുമാകുമ്പോൾ പ്രജയുമാകും എന്ന് അണ്ടർസ്റ്റുഡാണ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു രാജ, റാണി, പ്രജ എങ്ങനെയാണ് നമ്പർ വൈസായി ആകുന്നതെന്ന്. 2 or 5 രൂപ പോലും മിച്ചം വരാത്ത ദരിദ്രർ എന്ത് നൽകാനാണ്? 1000 കൊടുക്കുന്നവർക്ക് എത്ര ലഭിക്കുമോ അത്രയും അവർക്കും ലഭിക്കുന്നു. ഏറ്റവും അധികം ദരിദ്രം ഭാരതമാണ്. നമ്മൾ ഭാരതവാസികൾ സ്വർഗവാസിയായിരുന്നു എന്നത് ആർക്കും ഓർമ്മയില്ല. ദേവതമാരുടെ മഹിമയും പാടുന്നു, പക്ഷേ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. ഏതുപോലെ തവള കരയുന്നു, ബുൾബുൾ മധുരമായ ശബ്ദമുണ്ടാക്കുന്നു, അർത്ഥമൊന്നും തന്നെയില്ല. ഇക്കാലത്ത് ഗീത കേൾപ്പിക്കുന്നവർ എത്രയാണുള്ളത്? മാതാക്കളും ഇറങ്ങിയിട്ടുണ്ട്. ഗീതയിലൂടെ ഏതൊരു ധർമ്മമാണ് സ്ഥാപിച്ചത്? ഇതൊന്നും അറിയുന്നില്ല. ഒരൽപ്പം അത്ഭുത സിദ്ധി ആരെങ്കിലും കാണിച്ചു കഴിഞ്ഞു, ഇത് ഭഗവാനാണ് എന്ന് മനസ്സിലാക്കും. പതീത പാവനൻ എന്ന് പാടുന്നു, അപ്പോൾ പതീതമാണല്ലോ. ബാബു പറയുന്നു, വികാരത്തിലേക്ക് പോകുന്നതാണ് നമ്പർ 1 പതീത അവസ്ഥ. ഈ മുഴുവൻ ലോകവും പതീതമാണ്. എല്ലാവരും വിളിക്കുന്നു, ഹേ പതീത പാവന വരൂ. ഇപ്പോൾ ആ ഒന്ന് വരണമോ അതോ ഗംഗാ സ്നാനം ചെയ്യുന്നതിലൂടെ പാവനമാകണമോ? ബാബയ്ക്ക് മനുഷ്യനിൽ നിന്നും ദേവതയാക്കുന്നതിനായി എത്ര പ്രയത്നിക്കേണ്ടി വരുന്നു? ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ മുള്ളിൽ നിന്നും പുഷ്പമായി മാറും. മുഖത്തിൽ നിന്നും ഒരിക്കലും കല്ലുകൾ വരുത്തരുത്. പുഷ്പമാകൂ. ഇതും പഠനമാണല്ലോ. നടന്ന് നടന്ന് ഗ്രഹപ്പിഴ ബാധിക്കുന്നു. അപ്പോൾ ഫെയിലായി പോകുന്നു. ഹോപ്പ്ഫുള്ളിൽ നിന്നും ഹോപ്പ്ലെസ് ആയി പോകുന്നു. പിന്നെ പറയുന്നു, നമ്മൾ ബാബയുടെ അടുക്കൽ പോകട്ടെ. ഇന്ദ്രസഭയിൽ മലിനമായവർക്ക് വരാൻ സാധിക്കില്ല. ഇത് ഇന്ദ്രസഭയാണല്ലോ. കൊണ്ടുവരുന്ന ബ്രാഹ്മണിക്കും വലിയ ഉത്തരവാദിത്വമുണ്ട്. വികാരത്തിൽ പോയി എങ്കിൽ ബ്രാഹ്മണിയിലും ഭാരമുണ്ടാകും. അതിനാൽ സൂക്ഷിച്ചു വേണം ആരെയെങ്കിലും കൊണ്ടുവരാൻ. മുന്നോട്ടു പോകവേ നിങ്ങൾ കാണും, സാധു സന്യാസിമാരും മറ്റുമെല്ലാം ക്യൂയിൽ നിൽക്കും. ഭീഷ്മ പിതാമഹൻ തുടങ്ങിയവരുടെ നാമമുണ്ടല്ലോ. കുട്ടികൾ വളരെ വിശാല ബുദ്ധിയാകേണ്ടതാണ്. നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കും, ഭാരതം ഗാർഡൻ ഓഫ് ഫ്ലവർ ആയിരുന്നു. ദേവി ദേവന്മാർ വസിച്ചിരുന്നു. ഇപ്പോഴാണെങ്കിൽ മുള്ളുകളായിരിക്കുന്നു. നിങ്ങളിൽ 5 വികാരമുണ്ടല്ലോ. രാവണ രാജ്യം എന്നാൽ കാട് എന്നാണ്. ബാബ വന്ന് മുള്ളുകളെ പുഷ്പമാക്കുന്നു. ചിന്തിക്കണം,
ഇപ്പോൾ നമ്മൾ റോസാപുഷ്പമായില്ലെങ്കിൽ ജന്മജന്മാന്തരങ്ങളിൽ എരിക്കിൻ പൂവ് തന്നെയാകും. ഓരോരുത്തർക്കും തൻ്റെ മംഗളം ചെയ്യേണ്ടതുണ്ട്. ശിവബാബയിൽ അല്ല ദയ കാണിക്കുന്നത്, ദയ സ്വയം തൻ്റെ മേൽ കാണിക്കണം. ഇപ്പോൾ ശ്രീമത്തനുസരിച്ച് നടക്കണം. പൂന്തോട്ടത്തിൽ ആരെങ്കിലും പോവുകയാണ് എങ്കിൽ സുഗന്ധ പുഷ്പങ്ങളെ തന്നെയായിരിക്കും നോക്കുക, എരിക്കിനെ ആരും നോക്കുകയില്ല. ഫ്ലവർ ഷോ ഉണ്ടല്ലോ, ഇതും ഫ്ലവർ ഷോ ആണ്. വളരെ വലിയ സമ്മാനം ലഭിക്കുന്നു. വളരെ ഫസ്റ്റ് ക്ലാസ് പുഷ്പമാകണം. വളരെ മധുരമായ പെരുമാറ്റം ആവശ്യമാണ്. ക്രോധിയോട് വളരെ വിനയമുള്ളവരാകണം. നമ്മൾ ശ്രീമത്തനുസരിച്ച് പവിത്രമായി പവിത്ര ലോകമാകുന്ന സ്വർഗത്തിൻ്റെ അധികാരിയാകുവാൻ ആഗ്രഹിക്കുന്നു. യുക്തികൾ വളരെയധികമുണ്ടല്ലോ. മാതാക്കളിൽ കൗശല ഉപായങ്ങൾ വളരെയധികമുണ്ട്. കൗശലപൂർവം പവിത്രതയിൽ ഇരിക്കുന്നതിന് വേണ്ടി പുരുഷാർത്ഥം ചെയ്യണം. നിങ്ങൾക്ക് പറയാം, ഭഗവാൻ ഉവാച, കാമം മഹാശത്രുവാണ്. പവിത്രമാകൂ എങ്കിൽ സദോ പ്രധാനമായി മാറും. അപ്പോൾ നമ്മൾ ഭഗവാന്റേത് അംഗീകരിക്കണ്ടേ? യുക്തിയോടെ സ്വയം തന്നെ രക്ഷിക്കണം. വിശ്വത്തിൻ്റെ അധികാരി ആകുന്നതിനു വേണ്ടി ഒരൽപ്പം സഹിച്ചു എങ്കിൽ എന്താണ് കുഴപ്പം? തനിക്ക് വേണ്ടിയാണല്ലോ നിങ്ങൾ ചെയ്യുന്നത്. അവർ രാജപദത്തിന് വേണ്ടി അടികൂടുന്നു. നിങ്ങൾ തനിക്ക് വേണ്ടി സർവ്വതും ചെയ്യുന്നു. പുരുഷാർത്ഥം ചെയ്യേണ്ടതാണ്. ബാബയെ മറന്നു പോകുന്നതിലൂടെ തന്നെയാണ് വീഴുന്നത്. പിന്നെ ലജ്ജ വരുന്നു. എങ്ങനെ ദേവതയാകും? ശരി, മധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: മായയുടെ ഗ്രഹപ്പിഴയിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി മുഖത്ത് നിന്നും സദാ ജ്ഞാനരത്നങ്ങൾ പുറപ്പെടുവിക്കണം. മോശമായ കൂട്ടുകെട്ടിൽ നിന്നും തന്നെ സംരക്ഷിച്ചു വയ്ക്കണം. സുഗന്ധമുള്ള പുഷ്പമാകുന്നതിനായി അവഗുണങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കണം. ശ്രീമത്തനുസരിച്ച് വളരെ വിനയമുള്ളവരാകണം. കാമമാകുന്ന മഹാശത്രുവിനോട് ഒരിക്കലും തോൽക്കരുത്. യുക്തിയോടെ സ്വയം തന്നെ രക്ഷിക്കണം. വരദാനം: ശക്തികളെ അത്ഭുത സിദ്ധിക്ക് പകരം കർത്തവ്യമായി മനസ്സിലാക്കി പ്രയോഗിക്കുന്ന പൂജനീയരും മഹിമായോഗ്യരുമായി ഭവിക്കട്ടെ. ഓർമ്മയിലൂടെ ഏതു ശക്തികളുടെ പ്രാപ്തി ഉണ്ടാകുന്നുവോ അവയെ അത്ഭുത സിദ്ധിയായി മനസ്സിലാക്കി പ്രയോഗിക്കരുത്. മറിച്ച് കർത്തവ്യമായി മനസ്സിലാക്കി കാര്യത്തിൽ വിനിയോഗിക്കണം. ആ മനുഷ്യരുടെ അടുക്കൽ ഋദ്ധി സിദ്ധിയുടെ അത്ഭുത സിദ്ധികളുണ്ട്. എന്നാൽ താങ്കളുടെ പക്കലുള്ളത് ശ്രീമത്താണ്. ശ്രീമത്തിലൂടെ ശക്തികൾ തീർച്ചയായും വരുന്നു. അതിനാലാണ് സങ്കല്പത്തിലൂടെ കർത്തവ്യം സിദ്ധമാകുന്നത്. സങ്കല്പത്തിലൂടെ ആർക്കെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാനുള്ള പ്രേരണ നൽകുവാൻ സാധിക്കും. ഇതും ശക്തിയാണ്. എന്നാൽ ശ്രീമത്തിൽ എപ്പോഴാണോ തൻ്റെ മന്മത് മിക്സ് ആകാത്തത് അപ്പോഴാണ് മഹിമയ്ക്കും പൂജയ്ക്കും യോഗ്യരാകുന്നത്. സ്ലോഗൻ: ഏതെങ്കിലും പ്രകാരത്തിലുള്ള ചഞ്ചലതയിൽ നിരാശമാകുന്നതിന് പകരം വിശാല ഹൃദയരാകൂ. അവ്യക്ത സൂചന: മഹാൻ ആകുന്നതിനു വേണ്ടി മധുരതയുടെയും വിനയത്തിൻ്റെയും ഗുണം ധാരണ ചെയ്യൂ. ആരാണോ സരളചിത്തം അവർ തന്നെയാണ് മധുരതയുടെ ഗുണത്താൽ സമ്പന്നമായവർ. അവർ തന്നെയാണ് സദാ ഹർഷിതമായിരിക്കുന്നത്. ഹർഷിത ചിത്തരാണെങ്കിൽ എല്ലാവരെയും ആകർഷിക്കുന്നു. ഹർഷിതം എന്നതിൻ്റെ അർത്ഥം തന്നെ അതീന്ദ്രിയ സുഖത്തിൽ നൃത്തമാടുക എന്നാണ്. ജ്ഞാനം സ്മരിച്ചുകൊണ്ട് അവ്യക്ത സ്ഥിതിയുടെ അനുഭവം ചെയ്തുകൊണ്ട് അതീന്ദ്രിയ സുഖത്തിൽ നൃത്തമാടണം. ഇതിനെയാണ് ഹർഷിതം എന്ന് പറയുന്നത്. ഇപ്രകാരം ആര് ഹർഷിതമായിരിക്കുന്നുവോ അവർ തന്നെയാണ് ആകർഷിക്കുന്നത്.
ഓം ശാന്തി. മനസാ സേവനത്തിൻ്റെ അഭ്യാസം. യജ്ഞപിതാവായ ബാബ അവ്യക്ത രൂപധാരിയായി ശുദ്ധ സങ്കല്പ ശക്തി കൊണ്ട് വിശ്വത്തിലെ ആത്മാക്കളെ പരിപാലിക്കുന്നത് പോലെ ഞാൻ ബാബയോടൊപ്പം വിശ്വമംഗളത്തിൻ്റെയും വിശ്വ പരിവർത്തനത്തിൻ്റെയും കാര്യത്തിൽ മനസാ ശക്തിയിലൂടെ സഹയോഗി ആവുകയാണ്. ബാബയുടെ സാന്നിധ്യം എന്നെയും അവ്യക്ത രൂപധാരിയാക്കുന്നു. ഞാൻ ഡബിൾ ലൈറ്റ് പരിഷ്ഠയാണ്. പ്രജ്വലിതമായ സൂര്യനിൽ നിന്നും പ്രകാശകിരണങ്ങൾ വ്യാപിക്കുന്നത് പോലെ ഡബിൾ ലൈറ്റ് ഫരിഷ്തയായ എന്നിൽ നിന്നും ആത്മീയ പ്രകാശരശ്മികൾ വ്യാപിക്കുകയാണ്. ഈ ആത്മീയ പ്രകാശരശ്മികൾ അന്യ ആത്മാക്കളിൽ പതിക്കുമ്പോൾ അവരുടെ മനസ്സിലും ബുദ്ധിയിലും പതിഞ്ഞിരിക്കുന്ന വ്യർത്ഥ വൈബ്രേഷൻസ് സമാപ്തമാകട്ടെ. ഈ ശക്തിശാലി സ്പിരിച്വൽ വൈബ്രേഷൻസ് ഒരേ സമയത്ത് അനേകം ആത്മാക്കളുടെ മനസ്സിലും ബുദ്ധിയിലും ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും മായാത്ത മുദ്ര പതിപ്പിക്കുകയാണ്. വിശ്വത്തിലെ ഈ അനേകം ആത്മാക്കൾ ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും സ്വരൂപമായി മാറട്ടെ.